YouTube channel Incredible English. Till this time നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഗ്രാമർ റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. ഇന്നൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വൊക്കാബുലറി സെഷൻ ആണ്. നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഏറ്റവും അധികം നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ടു ഡു സംതിങ് ഫോർ എൻഹാൻസിങ് അവർ വൊക്കാബുലറി ആസ് വെൽ. അല്ലെ, റീഡിംഗ് ഒക്കെ ചെയ്യണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് സ്പേസിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ്. അതുകൊണ്ട് ജോബ് റിലേറ്റഡ് വൊക്കാബ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വെൽക്കം വൺസ് അഗെയിൻ ടു മൈ ചാനൽ ഇൻക്രെഡിബിൾ ഇംഗ്ലീഷ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അപ്സ്കിൽ എന്നുള്ള വേർഡാണ്. അപ്സ്കിൽ ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ് മീൻസ് സ്കില്ല് അപ്പ് ചെയ്യുക. നമുക്ക് ഓൾറെഡി കുറച്ച് സ്കിൽസ് ഉണ്ട്, അതിനെ ഒന്നുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. എന്തിനാണ്? ഇൻ ഓർഡർ ടു ഇംപ്രൂവ് അവർ പെർഫോമൻസ്, ഇൻ ഓർഡർ ടു ബെറ്റർ അവർ പെർഫോമൻസ്. അതാണ് അപ്സ്കിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഫേമിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ നമ്മുടെ എംപ്ലോയർ നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ട്രെയിനിങ് പ്രോഗ്രാംസ് വഴി ഉദ്ദേശിക്കുന്നത് നമ്മളെ ഒന്ന് അപ്സ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ്? ഇൻ ഓർഡർ ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ കരിയർ, അല്ലെ, നമ്മുടെ കരിയർ ഒന്ന് ബെറ്റർ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. സോ അതിന് മീനിങ് എന്താണ്? ടീച്ച് അഡീഷണൽ സ്കിൽസ് എന്നാണ്. And see the sentence provided here. In order to achieve the expected result, the employees are to be upskilled. ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടിൽ എത്തിച്ചേരണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുത്തെ എംപ്ലോയീസിനെ എപ്പോഴും അപ്സ്കില്ല് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ആൻഡ് അവർ സെക്കൻഡ് വേർഡ് ഈസ് റൂക്കി. റൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിഗിനർ, എ ഫ്രഷർ, ഏതെങ്കിലും ഒരു ജോബ് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാൾ, അതിനെയാണ് നമ്മൾ റൂക്കി എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് വളരെ കുറച്ച് എക്സ്പീരിയൻസേ കാണുള്ളൂ. Someone who has just started doing a job and has very little experience. And say the sentence, I don't want another rookie to train. ഈ ഐ എന്ന് പറയുന്നത് ഒരു സീനിയർ ആയിരിക്കാം. ഡെഫിനറ്റ്ലി നമ്മളോടത്ത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ട്രെയിനിങ് തരുന്നത് അവിടുത്തെ സീനിയേഴ്സ് ആയിരിക്കും. ആൻഡ് ഹിയർ വൺ സീനിയർ ഈസ് ടെല്ലിങ് ഐ ഡോണ്ട് വാണ്ട് എനി അതർ പേഴ്സൺ ടു ഗിവ് ട്രെയിനിങ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. അടുത്തത് റൂക്കിക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയാം, ഡോയൻ എന്ന് പറയുന്നു. ഡോയൻ എന്ന് പറയുമ്പോൾ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ദ ഓൾഡസ്റ്റ് പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനി ഫീൽഡ് ലൈക്ക് ആർട്സ് ആവാം, സ്പോർട്സ് ആവാം, അക്കാഡമിക്സ്, എന്തിനെ നമുക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാം. ഡോയൻ എന്ന് പറയുമ്പോൾ ദ എക്സ്പീരിയൻസ്ഡ് മെച്ചുവേർഡ് പേഴ്സണെയാണ് നമ്മൾ പറയുന്നത്. ഹി ഈസ് എ ഡോയൻ ഓഫ് ദാറ്റ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ആൻഡ് അവർ നെക്സ്റ്റ് വേർഡ് ഈസ് മൂൺ ലൈറ്റിംഗ്. You might have heard this word earlier. മൂൺലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ മൂൺലൈറ്റിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് മൂൺലൈറ്റിംഗ്. കുറച്ച് സീക്രസി ഉള്ള ഒരു കാര്യമാണ് മൂൺലൈറ്റിംഗ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവർ അറിയുന്ന ഒരു ജോബ് ഉണ്ടാവും. 9 to 6 വർക്ക് ടൈമിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന, വാട്ട് എവർ ബി ദ ടൈം സ്കെഡ്യൂൾ, ആ ഒരു ടൈമിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും അറിയുന്ന ഒരു വർക്ക് നമുക്ക് ഉണ്ടാവും. അത് കൂടാതെ ആ വർക്ക് ടൈമിന് ശേഷം, ആ ഒരു ഒഫീഷ്യൽ ടൈമിങ്ങിന് ശേഷം, വിത്തൗട്ട് ദ നോളജ് ഓഫ് അവർ ഫസ്റ്റ് എംപ്ലോയർ നമ്മൾ ചെയ്യുന്ന സെക്കൻഡ് ജോബിനെയാണ് മൂൺലൈറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ചെയ്യുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു ആക്ടിവിറ്റിയെ നമുക്ക് മൂൺലൈറ്റിംഗ് എന്ന് പറയാൻ പറ്റും. ഹാവ് അനദർ ജോബ് സീക്രട്ട്ലി വിതൗട്ട് ടെല്ലിംഗ് യുവർ ഫസ്റ്റ് എംപ്ലോയർ. അവിടെ ഒരിക്കലും ഈ മൂൺലൈറ്റിംഗിൽ വരുന്ന ജോബ് എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ, ഒരു IT ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അവിടുത്തെ എംപ്ലോയറുടെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ, അവിടെയുള്ളവർ ഒഫീഷ്യൽസ് അറിയാതെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൂൺലൈറ്റിംഗ്. ഹി ഹാസ് ബീൻ ഡൂയിങ് സം മൂൺലൈറ്റിംഗ് എന്ന് നമ്മൾ പറയും. ആൻഡ് മൂൺലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഒഫൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വേർഡ് ഈസ് അഗെയിൻ അനദർ ഫെമിലിയർ വേർഡ്, ബാക്ക്ലോഗ്സ്. ബാക്ക്ലോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനറ്റ്ലി പെൻഡിങ് വർക്കാണ്, അക്യുമുലേഷൻ ഓഫ് പെൻഡിങ് വർക്ക്. നമ്മൾ കുറച്ച് ദിവസം ലീവ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ആവും, അല്ലേ? അതെല്ലാം കൂടെ അതിനെയാണ് നമ്മൾ ബാക്ക്ലോഗ്സ് എന്ന് പറയുന്നത്. നോട്ട് ഓൺലി ദാറ്റ്, നമ്മൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്ന അവിടുത്തെ എന്തെങ്കിലും പെൻഡിങ് വർക്ക്, അതിനെ നമുക്ക് ബാക്ക്ലോഗ്സ് എന്ന് റെഫർ ചെയ്യാൻ പറ്റും. I need to work round the clock to clear my backlogs. Round the clock means 24 hours. I need to work 24 hours to clear my backlogs. So backlogs എന്ന് പറഞ്ഞാൽ എന്താണ്? An accumulation of uncompleted work. Hiatus. Hiatus എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെമ്പററി ബ്രേക്ക്. ടെമ്പററി ആണ്. ടെമ്പററി ബ്രേക്ക് ഓർ ഇന്ററപ്ഷൻ. നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിന്റെ കണ്ടിന്യൂറ്റി ഇല്ലാതെയാക്കുന്ന എന്തെങ്കിലും ഒരു ബ്രേക്കിനെയാണ് ഹൈയേറ്റസ് എന്ന് പറയുന്നത്. എ ടെമ്പററി ബ്രേക്ക് ഓർ ഇന്ററപ്ഷൻ ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് എ വർക്ക് ഓർ ആക്ഷൻ. നോക്കിക്കേ, ആ ഹൈയേറ്റസ് 5 years വരെയൊക്കെ പോകാവുന്ന ഒരു ബ്രേക്ക് ആണ്. ആഫ്റ്റർ ഹൈയേറ്റസ് ഓഫ് 5 years ഷീ റിസ്യൂം റൈറ്റിംഗ്. മീൻസ് വാട്ട്? അവൾ നേരത്തെ ചെയ്തിരുന്നത്
റൈറ്റിംഗ് ആയിരിക്കാം. അതിനുശേഷം ഒരു 5 year ഗ്യാപ്പ് വന്നു, ബ്രേക്ക് വന്നു. അഗെയിൻ ഷീ സ്റ്റാർട്ടഡ് ഡൂയിങ് ദാറ്റ് എന്നാണ് അതിനർത്ഥം. ആഫ്റ്റർ ഹൈറ്റസ്. ഹൈറ്റസ് എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി ബ്രേക്ക്. നെക്സ്റ്റ് വേർഡ് ഈസ് ഡൗൺ സൈസ്. ഡൗൺ സൈസ് എന്ന് പറയുമ്പം ടു റെഡ്യൂസ് ഇൻ സൈസ്. ആ വേർഡ് പോലെ തന്നെ സൈസ് ഡൗൺ ചെയ്യുക. ടു റെഡ്യൂസ് ഇൻ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു 50 എംപ്ലോയീസ് ഉള്ളൊരു ഫേം ആണെന്നിരിക്കട്ടെ. അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ കാരണം, സംടൈംസ് ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് വർക്ക് ആയിരിക്കാം, എന്തെങ്കിലും ഒരു റീസൺ കാരണം ഈ 50 എന്നുള്ളതിന് 25 ആയിട്ട് കട്ട് ഷോർട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡൗൺ സൈസിങ് എന്ന് പറയുന്നത്. നോട്ട്ലി ഹിയർ നമുക്ക് ഒരു ടീമിനെ സെലക്ട് ചെയ്യുന്നു, ടീം ഓഫ് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുവാണ്. 20 പ്ലെയേഴ്സ് ഉള്ള ടീമിൽ നിന്ന് അതിൽ നിന്നൊരു 10 പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് 20 to 10 എന്ന് പറയുന്നതും ഡൗൺ സൈസിങ്ങിന് എക്സാമ്പിൾ ആണ്. The company is planning to downsize due to abrupt financial crisis. Okay, the company is planning, അതായത് ഡൗൺ സൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, സൈസ് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഡ്യൂ ടു പെട്ടെന്നുണ്ടായ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഈസ് ലേ ഓഫ്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വിട്ടു. ഒരു ടെമ്പററി അല്ലെങ്കിൽ ഒരു പെർമനന്റ്ലി പറഞ്ഞു വിടുന്നതിന് ഏത് വേണേയാവാം. ഡിസ്ചാർജ് എ വർക്കർ ടെമ്പററിലി ഓർ പെർമനന്റ്ലി ബിക്കോസ് ഓഫ് എക്കണോമിക് കണ്ടീഷൻസ് ഓർ ഷോർട്ടേജ് ഓഫ് വർക്ക് പറഞ്ഞു വിടുന്നതിനെയാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. ഈ വേർഡ് റീസെന്റ് ആയിട്ട് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള വേർഡുമാണ്. ഷി വാസ് ലേഡ് ഓഫ് അലോങ് വിത്ത് മെനി അതേഴ്സ്. ആൻഡ് അവർ ലാസ്റ്റ് വേർഡ് ഈസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്നുള്ള വേർഡ്, ആ ഒരു വേർഡിൽ നല്ലൊരു വെയിറ്റ് ഉള്ളൊരു വേർഡാണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം അവിടെ ട്രസ്റ്റ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം റെസ്പോൺസിബിലിറ്റിയും കൂടെ ചേരുന്നു. അസൈൻ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഡൂയിങ് സംതിങ്, അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരാളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാണ്, വിശ്വാസത്തോടു കൂടി നമ്മൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിനെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഹാവ് ബീൻ ഇൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് ക്ലിയറിംഗ് ദ ബാക്ക്ലോഗ്സ്. ബാക്ക്ലോഗ്സ് എന്നുള്ള വേർഡ് നമ്മൾ earlier കണ്ടു. ആൻഡ് ഇൻട്രസ്റ്റഡ്, അതായത് എന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, അതൊരു വലിയ ഉത്തരവാദിത്വമാണ്, ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണ്, അതൊരു വിശ്വാസത്തിന്റെ ഘടകം കൂടെ ഉണ്ട്. ഓക്കെ, സോ ഐ ഹാവ് ബീൻ ഇൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് ക്ലിയറിംഗ് ദ ബാക്ക്ലോഗ്. ഈ ഇൻട്രസ്റ്റ് എന്നുള്ള വേർഡ് വർക്ക് സ്പേസിൽ മാത്രമല്ല, അല്ലാതെ നമ്മൾ ഓഫൺ കേൾക്കുന്ന ഒരു വേർഡാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വേർഡ്സ്. ഹോപ്പ് ദിസ് സെഷൻ ഈസ് യൂസ്ഫുൾ ടു യു. See you again. Thank you.